ശൂർപ്പണഖയോട് കാണിച്ചത് ഒരു ഒരു കുറ്റമാണ്. രാമനിലേക്ക് ആരോപിക്കുന്ന ഒരു അധർമ്മ പ്രവൃത്തിയാണ് എന്ന് പൊതുവെ ധരിക്കുന്നത്. 3 ഉണ്ടായതിൻ്റെ ഫലമാണ് ദശരഥൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാമനെ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വന്നതിൻ്റെ കാരണം തന്നെ അതിൽ ഒരു പത്നിയാണ്. അപ്പോൾ സീതയോടുള്ള അദ്ദേഹത്തിൻ്റെ അദമ്യമായ പ്രേമത്തിൻ്റെ പ്രതീകമാണ് ഈ കാഞ്ചന സീത എന്ന് പറയുന്ന ആ ഒരു ബിംബം. അതായത് ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഒരു കൂസലുമില്ലാതെ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോയി. കാമാശ്രമം എന്ന പേര് ആ സ്ഥലത്തിന് പേര് വരാനുള്ള കാര്യം അങ്ങനെയാണ്. അപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ കൂടെ നേടിയത് പ്രവൃത്തി പദത്തിൽ കാണിച്ചുകൊണ്ട് അവർ രാമകഥ പാടി നടന്നുകൊണ്ട് രാമനെ അവരുടെ ഉള്ളിൽ സ്വാംശീകരിച്ചുകൊണ്ടാണ് അടുത്ത ഭരണം വരുന്നത്. സുധാകർജി, ഇപ്പോ നമ്മള് ശൂർപ്പണഖയെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു അസുര വംശത്തിലുള്ള അല്ലെങ്കിൽ രാക്ഷസ കുലത്തിലുള്ള സ്ത്രീയാണ് ശൂർപ്പണഖ. പക്ഷേ ഒരു പ്രണയാഭ്യർത്ഥന നടത്തിയതിന്റെ പേരിൽ തന്റെ മൂക്കും അല്ലെങ്കിൽ മാറിടങ്ങളും നഷ്ടപ്പെട്ട സ്ത്രീയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പ്രണയാഭ്യർത്ഥനകൾ നിരസിക്കുമ്പോൾ ആസിഡുകൾ മൂത്തൊഴിച്ച് ആക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളുള്ള കാലഘട്ടമാണ്, അല്ലെങ്കിൽ പുരുഷന്മാരുള്ള കാലഘട്ടമാണ്. പക്ഷെ ഇത് ത്രേതായുഗത്തിലാണ്. അന്നും ഒരു പ്രണയാഭ്യർത്ഥനയ്ക്ക് വേണ്ടി തന്നെ വിരൂപയാക്കിയ രണ്ടുപേരോട് മല്ലിടേണ്ടി വന്നിട്ടുണ്ട് ശൂർപ്പണഖയ്ക്ക്. അസുരസ്ത്രീ ആവട്ടെ രാക്ഷസി ആകട്ടെ, പക്ഷെ ആ ചെയ്തതിൽ തെറ്റില്ലേ? ശൂർപ്പണഖയോട് കാണിച്ചത് ഒരു ഒരു കുറ്റമാണ്. രാമനിലേക്ക് ആരോപിക്കുന്ന ഒരു അധർമ്മ പ്രവൃത്തിയാണ് എന്ന് പൊതുവെ ധരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാമനെക്കുറിച്ച് പഠിക്കുമ്പോൾ രാമനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധർമ്മത്തിൻ്റെ മൂർത്തിയാണ് രാമൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വാൽമീകി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ രാമൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമോ? അപ്പം ഇവിടെ ശൂർപ്പണഖയെ ഈ ശൂർപ്പണഖയുടെ അംഗച്ഛേദം വരുത്തുന്നതിൻ്റെ പിന്നിൽ ഉണ്ടായ ചേതോവികാരം എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ കാട്ടിൽ സീതാദേവിയുമായിട്ട് കാട്ടിൽ പോകുന്ന വഴിക്ക് ആണ് ശൂർപ്പണഖ ഇവരെ കാണുന്നത്. അപ്പോൾ ശൂർപ്പണഖ ഒരു രാക്ഷസ സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ വൈരൂപ്യമുള്ളവളാണ്. പക്ഷേ വളരെ ഭംഗിയായിട്ട് ഈ വൈരൂപ്യമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഭർത്താവിരിക്കെ, വിദ്യുത് ജിഹ്വൻ എന്ന് പറയുന്ന ആളാണ്, ഒരു രാക്ഷസനാണ് അദ്ദേഹത്തിൻ്റെ ഭർത്താവ്, രാവണ സോദരിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹം വരുന്നത്. അപ്പോൾ വരുമ്പോൾ ഈ രാമനെ കാണുന്നു. രാമനെ കണ്ട ഉടൻ തന്നെ രാമൻ്റെ ആകാരവടിവ്, രാമനെ സംബന്ധിച്ചിടത്തോളം രാമനെ അവതരിപ്പിക്കുന്നത് ഒരു ലക്ഷണമൊത്ത ഒരു പുരുഷനായിട്ടാണ്, വിലക്ഷണതകളൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു പുരുഷനെ അവതരിപ്പിക്കുമ്പോഴത്തേക്കും അത്രയും ഭംഗിയായ ഒരാളിനെ കാണുമ്പോൾ ഏത് സ്ത്രീയും ഇഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഈ പുരുഷൻ അദ്ദേഹത്തിനോട് ഇഷ്ടം തോന്നണ്ടേ? ഇപ്പൊ ഒരു പുരുഷന് സ്ത്രീയെ ഇഷ്ടപ്പെടുന്നത് പോലെ സ്ത്രീക്ക് പുരുഷനെ ഇഷ്ടപ്പെടണം. ഇവിടെ പുരുഷനെ സ്ത്രീ ഇഷ്ടപ്പെട്ടു, പക്ഷെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏകപത്നി വ്രതക്കാരനാണ്. അപ്പോൾ ദശരഥന് 3 പത്നിമാരുണ്ട്. 3 ഉണ്ടായതിന്റെ ഫലമാണ് ദശരഥൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാമനെ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വന്നതിന്റെ കാരണം തന്നെ അതിൽ ഒരു പത്നിയാണ്. അപ്പോൾ അതുപോലെ ഇവിടെ രാമനെ മര്യാദാ പുരുഷോത്തമനായി അവതരിപ്പിക്കുമ്പോൾ ഏകപത്നി വ്രതം എന്നുള്ള ഒരു സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു. അപ്പം അദ്ദേഹം സീതാ പരിത്യാഗത്തിന് ശേഷം നടത്തുന്ന യജ്ഞത്തിൽ ഒരു വസിഷ്ഠൻ നിർദ്ദേശിക്കുകയാണ് ഒരു വിവാഹം കൂടെ കഴിക്കാൻ. വിവാഹം കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഈ യജ്ഞത്തിൽ ഒരു യജമാനനും വേണം, യജമാനത്തെയും വേണം. ഇപ്പം 2 പേര് ഇരുന്നാലേ യജ്ഞം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വസിഷ്ഠൻ്റെ നിർദ്ദേശമാണ്. അത് ശിരസാ വഹിക്കേണ്ട ചുമതല ആർക്കുണ്ട്? രാമനുണ്ട്. പക്ഷെ രാമൻ അവിടെ വസിഷ്ഠനെ കണക്കിലെടുക്കുന്നില്ല. രാമൻ തൻ്റെ നിഷ്ഠയിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാഞ്ചന സീതയെ കൊണ്ടുവരൂ എന്ന് പറയാം. അപ്പോൾ സീതയോടുള്ള അദ്ദേഹത്തിൻ്റെ അദമ്യമായ പ്രേമത്തിൻ്റെ പ്രതീകമാണ് ഈ കാഞ്ചന സീത എന്ന് പറയുന്ന ആ ഒരു ബിംബം. അത് യാഥാർത്ഥ്യമാകട്ടെ അല്ലെങ്കിൽ ഒരു കവിയുടെ കൽപ്പനയാകട്ടെ, അതിനകത്ത് നമുക്ക് തരുന്ന ഒരു വലിയൊരു മെസ്സേജ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഏകപത്നി വ്രതനായിരിക്കണം, പാതിവൃത്യമുള്ളവരായിരിക്കണം സ്ത്രീ. പാതിവൃത്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് പതിയിൽ വ്രതമുള്ളവളെന്നാണ്. പതിയിൽ വ്രതം ഉണ്ടാവണം, അങ്ങനെയുള്ളതായിരിക്കണം സ്ത്രീ. അപ്പോൾ പതിയിൽ വ്രതമുള്ള സ്ത്രീയെ വിവാഹം കഴിച്ച ആളാണ് ശ്രീരാമൻ. സീതാദേവി പതിയിൽ വ്രതമുള്ളയാളാണ്, ഏകപത്നി വ്രതക്കാരനാണ് ശ്രീരാമൻ. അപ്പോൾ ഈ ശ്രീരാമനോടാണ് രാക്ഷസിയായ ഒരാളിന് അദ്ദേഹത്തിന് തോന്നുന്ന പ്രണയം എന്ന് അങ്ങ് വിശേഷിപ്പിച്ച കാര്യം. യഥാർത്ഥത്തിൽ അത് പ്രണയമല്ല.
ഇനി പ്രണയം എന്ന് പറഞ്ഞാൽ തന്നെ പ്രണയത്തിന് അതിൻ്റെ അർത്ഥം, അതിൻ്റെ പദ നിഷ്പത്തി ശാസ്ത്രം അനുസരിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ലിംഗ്വിസ്റ്റിക്സ് അനുസരിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്രകർഷേണയുള്ള നയം എന്നാണ്. നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അത് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ സ്വീകരിക്കുന്നത് പോലെ അടവ് നയം. ഒരു നയം എന്ന് പറഞ്ഞാൽ അതൊരു സൂത്രമാണ്. അതിനകത്തൊരു വഞ്ചന ഒളിഞ്ഞിരിപ്പുണ്ട് ഈ പ്രണയത്തിനകത്ത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പ്രണയമെല്ലാം തന്നെ മിക്കവാറും എന്താണ് അവസാനം തല്ലിപ്പിരിഞ്ഞു പോകലാണ് പതിവ്. അത് ശരിയായ ആത്മാർത്ഥതയായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ പ്രകടനമേ അല്ല. ഇവിടെ ശൂർപ്പണഖയെ സംബന്ധിച്ചിടത്തോളം ശൂർപ്പണഖയുടെ പേരിൽ തന്നെ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ശൂർപ്പനഖ എന്നാണ്. ശൂർപ്പം എന്ന് പറഞ്ഞാൽ മുറം, നഖം തന്നെ. അപ്പൊ മുറം പോലെ നഖമുള്ളവൾ, വളരെ വൈരൂപ്യമുള്ള ഒരു സ്ത്രീയാണ്. വളരെ വൈരൂപ്യമുള്ള ഒരു സ്ത്രീയെ ഒരാൾ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് സാധിക്കുക? അദ്ദേഹത്തിന് അങ്ങോട്ട് ഇഷ്ടം തോന്നണ്ടേ? അതൊരു കാര്യം. മാത്രമല്ല ഇവിടെ ഇദ്ദേഹം എന്താണ് ഏകപത്നി വ്രതക്കാരനുമാണ്. അപ്പൊ ഇദ്ദേഹം അടുത്തേക്ക് വന്ന ഈ ശൂർപ്പണഖയോട് മാന്യമായിട്ട് സംസാരിച്ചു. എനിക്ക് ഒരു ഭാര്യ എൻ്റെ അടുത്തുണ്ട്. അപ്പം ആ ഭാര്യ ഉള്ളിടത്തോളം കാലം എനിക്ക് മറ്റൊരു സ്ത്രീയുടെ ആവശ്യമില്ല. അത് ഇന്നത്തെ കുടുംബങ്ങളെല്ലാം, നമ്മുടെ എല്ലാ കുടുംബങ്ങളും പാലിക്കുന്ന ഒരു വലിയ കൗടുംബികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു കെട്ടുറപ്പിന്റെ കൂടെ കാര്യമാണത്. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല രാമൻ എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ, രാമനെ മര്യാദാ പുരുഷോത്തമൻ അല്ലെങ്കിൽ രാമനെ മാതൃകയാക്കണം എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഈ കുടുംബത്തിന്റെ കെട്ടുറപ്പാണ്. നമ്മൾ ആരും ആഗ്രഹിക്കില്ല എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ മറ്റൊരു സ്ത്രീയോട് അല്ലെങ്കിൽ മറ്റൊരു പുരുഷനോട് ഇടപെടണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കില്ല. നമ്മുടെ സഹോദരനായാലും നമ്മുടെ മകളായാലും നമ്മുടെ സഹോദരിയായാലും ആരും അങ്ങനെ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കാത്ത നമ്മൾ രാമനിലേക്ക് വേറൊരു സ്ത്രീ വന്ന് പ്രവേശിക്കുന്നതിൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നതിൽ തന്നെ എന്താണ് യുക്തിയില്ല. ഇവിടെ ശൂർപ്പണഖ വേഷം മാറി വളരെ നല്ല അന്നത്തെ കാലത്തെ സൗന്ദര്യ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് രാമനെ മയക്കാൻ നോക്കിയത്. അപ്പൊ രാമൻ അതിലൊന്നും മയങ്ങുന്നില്ല. അപ്പൊ രാമന് മനസ്സിലായി ഇവളുടെ ശരിയായ പ്രണയമാണ്, അത് പരീക്ഷിക്കണമല്ലോ. അപ്പൊ പരീക്ഷിക്കാൻ വേണ്ടി രാമൻ എന്ത് ചെയ്തു? ശരി, ലക്ഷ്മണൻ ഇവിടെ ഉണ്ട്, ലക്ഷ്മണന്റെ അനുജനാണ്, അവൻ വിവാഹിതനാണെന്നുള്ള വിവരം അവിടെ പറയുന്നില്ല. അതും രാമൻ ചെയ്ത ഒരു അപരാധമായിട്ട് നമുക്ക് തോന്നും. അപ്പൊ രാമൻ അവിടെ ചെയ്തത് എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതായത് ലക്ഷ്മണന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഒരു കൂസലും ഇല്ലാതെ ലക്ഷ്മണന്റെ അടുത്തേക്ക് പോയി. ഇതേ മിക്കവാറും രാമായണത്തിലുള്ള പല കഥാസന്ദർഭങ്ങളും നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ സാധിക്കും. ഇപ്പൊ മഹാഭാരതത്തിൽ നമ്മൾ അംബയുടെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അംബ സാല്വൻ എന്ന് പറയുന്ന ഒരു രാജാവിനോട് പ്രണയം ഉണ്ടായിരുന്നവളാണ്. അപ്പോൾ ഈ അംബയുടെയും അംബികയുടെയും അംബാലികയുടെയും വിവാഹ നിശ്ചയം നടത്തുന്നു, സ്വയംവരം നിശ്ചയിക്കുന്നു. ആ സ്വയംവരത്തിൽ തേര് കൊണ്ട് ഈ ജനങ്ങളുടെ എല്ലാം ആ സദസ്സിന് മുകളിൽ കൂടെ പകർത്തിയിട്ട് ഒറ്റ കുതിര വലിക്കുന്ന തേര് പറത്തി കൊണ്ടുപോയാണ് അദ്ദേഹം ചാടിച്ച് അകത്ത് കയറ്റിയാണ് ഭീഷ്മര് ഈ 3 പേരെയും അപഹരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ സാല്വൻ യുദ്ധത്തിന് വന്നു, മറ്റു രാജാക്കന്മാർ യുദ്ധത്തിന് വന്നു. എല്ലാവരെയും ഭീഷ്മരുടെ അത്ര അപ്രമാദിത്വമുള്ള ഒരു പ്രതാപശാലിയാണ് ഭീഷ്മര് എതിർക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പൊ സാല്വനും പരാജയപ്പെട്ടു. അംബയുടെ അഭ്യർത്ഥന പ്രകാരമാണ് സാല്വനെ വെറുതെ വിട്ടയക്കുന്നത്. ഈ അംബ ഇവിടെ വന്നിട്ട് പറയുകയാണ്, എനിക്ക് ചിത്രാംഗതനെയോ വിചിത്രവീര്യനോ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, എന്നെ മടക്കി അയച്ചാലും എന്ന് പറയണം. അപ്പോൾ യഥായുക്തം എന്ത് ചെയ്തു? അവർ പറഞ്ഞ രീതി അനുസരിച്ചിട്ട് അംബയെ സാല്വനടുത്തേക്ക് പറഞ്ഞിരിക്കുന്നു. അപ്പൊ സാല്വൻ പറയുകയാണ്, നിന്നെ അപഹരിച്ചു കൊണ്ടുപോയതാണ്, നിന്നെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറല്ല. അപ്പോ അംബ തിരികെ വന്ന് ഭീഷ്മരോട് വിവാഹാഭ്യർത്ഥന നടത്തുകയാണ്. അങ്ങ് എന്റെ കരം ഗ്രഹിക്കണം, കാരണം അങ്ങാണ് എൻ്റെ പാണിഗ്രഹണം ചെയ്തത്, അതുകൊണ്ട് അങ്ങ് എന്നെ സ്വീകരിക്കണമെന്ന് പറയണം. അവിടെ അംബയുടെ തീർച്ചയായിട്ടും അംബയ്ക്ക് എന്തില്ല, ഒരു പ്രണയമില്ല, അത് ആരുടെയെങ്കിലും അടുത്ത് പോയാൽ മതി എന്നുള്ളതാണ്. ഇതേ ഒരു സന്ദർഭം തന്നെയാണ് രാമായണത്തിൽ നിന്നാണ് മഹാഭാരതത്തിന്റെ മിക്കവാറും അതിന്റെ ശില്പവിദ്യയും രസതന്ത്രവും ഒക്കെ അതിന്റെ ചട്ടക്കൂടെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ സന്ദർഭം ഞാനിവിടെ പറയാൻ കാരണം. അപ്പൊ ഇവിടെ ഇദ്ദേഹം വരുന്നു, ആരാണ്? ശൂർപ്പണഖ വരുന്നു. രാമൻ ലക്ഷ്മണന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒരു കൂസലും ഇല്ലാതെ, നമ്മൾ ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ഒരു ഉളുപ്പും ഇല്ലാതെ ആരുടെ അടുത്തേക്ക് പോകുന്നു? ലക്ഷ്മണന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, ഞാൻ വ്രതം അനുഷ്ഠിക്കുന്ന ഒരാളാണ്, ഞാൻ ഒരിക്കലും മറ്റൊരു സ്ത്രീയുടെ അടുത്ത് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് രാമന്റെ അടുത്തേക്ക് തന്നെ നീ മടങ്ങിപ്പോവുക എന്ന് പറയും. വീണ്ടും രാമന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴത്തേക്കാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം പുറത്തു വരുന്നത്. യഥാർത്ഥ രൂപം പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നതെന്ന് പറഞ്ഞാൽ ഉടൻ രാക്ഷസിയായി ദംഷ്ട്രകൾ വന്നു, നാക്ക് നീട്ടി എന്നൊക്കെയാണ്. യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു എന്നുള്ളതാണ്. അതുവരെ മൂടി വച്ചിരുന്ന രാക്ഷസീയമായ സ്വഭാവം എത്ര പുറത്തെത്ര സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ ചേർത്താലും ഈ രാക്ഷസീയത ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ആ സ്വഭാവം പുറത്തേക്ക് വന്നു. ആ സ്വഭാവം പുറത്തേക്ക് വന്ന് സീതയെ പിടിച്ചു തിന്നാൻ പോവുകയാണ്. ആ സമയത്താണ് അവരുടെ മൂക്ക് അരിയുന്നത്.
അപ്പോൾ അതിന് ഇന്നത്തെ നമ്മുടെ ഈ എഴുത്തച്ഛന് നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ചിന്തകളിലേക്ക് പോയത് കൊണ്ടായിരിക്കണം മൂക്കരിയുമ്പോഴത്തേക്ക് എന്താണ് മാറിടങ്കൂർ അതിൻ്റെ കൂടെ പോയിരിക്കാം എന്നുള്ള ചിന്തയിൽ നിന്നായിരിക്കണം എഴുത്തച്ഛൻ അങ്ങനെ തോന്നിയത്. വാൽമീകി രാമായണത്തിൽ മാറിടങ്ങളില്ല. ഇല്ല ഇല്ല, മൂക്ക് ചെത്തി വിട്ടു എന്നുള്ളത്, മൂക്ക് ചെത്തി വിടുക എന്ന് പറയുന്നത് ഈ നമ്മുടെ രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ശിക്ഷാവിധിയാണത്. സൗന്ദര്യത്തെ ഇല്ലാതാക്കുക, അഭിസാരികൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ്. അപ്പൊ ഇന്ന് ഈ അടുത്ത കാലത്ത് പോലും നമുക്കിത് അറബി രാജ്യങ്ങളിൽ കാണാം. ഈ അടുത്ത കാലത്ത് പത്രം വായിച്ചപ്പോഴത്തേക്കാണ് ഒരു സ്ത്രീയുടെ മൂക്ക് ചെത്തിയ വാർത്ത ഞാൻ വായിച്ചു. അപ്പൊ എന്താണ്, അറബി രാജ്യങ്ങളിൽ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പൊ അന്ന് നടത്തിയ ശിക്ഷാവിധി പ്രാകൃതമാണെന്ന് ഇന്നുള്ളവർക്ക് പറയാമെങ്കിലും പക്ഷെ പ്രാകൃതമായ ശിക്ഷാവിധി ഇപ്പോഴും നടക്കുകയാണ്. അന്നത്തെ ശിക്ഷാവിധി അതാണ്. അന്നത്തെ പീനൽ കോഡ് അനുസരിച്ച് മാത്രമേ അന്ന് രാമന് പെരുമാറാൻ പറ്റുള്ളൂ. അപ്പൊ രാമൻ രാജാക്കന്മാർ പാലിച്ചു വന്ന കാര്യം അവിടെയും പാലിച്ചു. ഇദ്ദേഹത്തിന് ലക്ഷ്മണനെ വിട്ട് ഇദ്ദേഹത്തിന്റെ മൂക്ക് ചെത്തി വിട്ടു എന്നുള്ളതാണ്. അപ്പം ഈ മൂക്കിൽ കൂടെ ചോര ഒലിച്ചുകൊണ്ടാണ് ഇദ്ദേഹം കരഞ്ഞു വിളിച്ച് പോകുന്നത്. നമുക്കിതിന് ഇപ്പോ രാമൻ കള്ളം പറഞ്ഞില്ലേ എന്നാണ് അല്ലെ. രാമൻ ഇങ്ങനെ കള്ളം പറഞ്ഞു, എന്താണ്, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, ലക്ഷ്മണന്റെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ ഇങ്ങനെ ഒരു കാര്യവുമായിട്ട് മുമ്പിൽ വരുമ്പോൾ അയാൾ ശരിക്കും ശരിയായ ചിന്താഗതിയോട് വരുന്നതാണോ എന്ന് പരീക്ഷിക്കേണ്ടതുണ്ട്. പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ശിക്ഷ കൊടുക്കാവൂ. രാജസദസ്സിലാണെന്നുണ്ടെങ്കിൽ രാജസദസ്സിൽ പ്രകൃതി സഭയുണ്ട്. ഈ പ്രകൃതി സഭയിൽ പ്രഭുക്കന്മാരെല്ലാം ഉണ്ടാവും, ഗുരുക്കന്മാരുണ്ടാവും, അതുപോലെ തന്നെ എന്താണ്, മന്ത്രിമാരുണ്ടാവും. ഈ രാമന്റെ സദസ്സിൽ തന്നെ 8 മന്ത്രിമാരുണ്ടായിരുന്നു, വളരെ വിദഗ്ധന്മാരായിട്ടുള്ളവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, ഈ ചാർവാക മതത്തിൽപ്പെട്ട ആളുണ്ടായിരുന്നു. അവരെയൊക്കെ കൃത്യമായി സംരക്ഷിക്കണുണ്ടോ എന്ന് ഭരതനോട് രാമൻ ചോദിക്കും. ഈ ഭരതൻ ഭരിക്കുന്ന കാട്ടിലേക്ക് അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് ശരിക്കും അങ്ങനത്തെ ഒരു സഭയിൽ വെച്ച് തീരുമാനം എടുത്തിട്ട് ഇന്ന് നമ്മൾ കോടതിയിൽ കാണുന്ന പോലെ വാദപ്രതിവാദങ്ങൾ നടന്നതിന് ശേഷമാണ് ശിക്ഷ വിധിക്കുന്നത്. ഇവിടെ ഈ ശൂർപ്പണഖയുടെ ആവശ്യം ശരിയാണോ എന്ന് അന്വേഷിക്കേണ്ട ചുമതല രാമനുണ്ട്. അതുകൊണ്ട് രാമൻ എന്ത് ചെയ്തു, അവിടെ ഒരു കള്ളം പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ. ഇതേ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ബൈബിളിൽ സോളമൻ രാജാവിൻ്റെ മുന്നിൽ ഒരു കുട്ടിയുടെ മാതൃത്വം 2 പേര് അവകാശപ്പെടുന്നു. അങ്ങനെ രാജസദസ്സിലേക്ക് വരികയാണ്. രാജസദസ്സിൽ വരുമ്പോഴത്തേക്കും 2 പേരും മാതാക്കന്മാർ 2 പേരും പറഞ്ഞു ഇത് എൻ്റെ കുഞ്ഞാണ്, മറ്റേയാളും പറയുന്നത് ഇത് എൻ്റെ കുഞ്ഞാണ്. 2 പേരും പരസ്പരം ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ തെളിയിക്കാൻ സാധിക്കും? അപ്പോൾ എന്ത് ചെയ്തു, രാജാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കുഞ്ഞിനെ 2ആയിട്ട് മുറിക്കാം, എന്നിട്ട് ഒരു പകുതി ഈ അമ്മയ്ക്കും ഒരു പകുതി ഈ അമ്മയ്ക്കും കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരമ്മ ചാടി വീഴുന്ന് പറയണം, അയ്യോ എൻ്റെ കുഞ്ഞല്ലേ, എൻ്റെ കുഞ്ഞല്ല, എൻ്റെ കുഞ്ഞല്ല എന്ന് പറയുകയാണ്. അപ്പൊ എൻ്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രാജാവിന് മനസ്സിലായി എന്താണ് യഥാർത്ഥത്തിൽ ആരുടെ കുഞ്ഞാണെന്നുള്ളത്. കാരണം ഒരു കുഞ്ഞിനെയും വെട്ടിമുറിക്കാൻ ഒരമ്മയും സമ്മതിക്കില്ല, എവിടെയെങ്കിലും ജീവിച്ചാൽ മതി എന്നാണ്. അതൊരു പരീക്ഷണമാണ്, ഒരു കള്ളം പറഞ്ഞതാണ്. ഒരിക്കലും രാജാവ് അവിടെ എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഈ കുഞ്ഞിനെ 2ആയിട്ട് വെട്ടിമുറിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഒരു അസത്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ട് യാഥാർത്ഥ്യത്തെ തെളിയിച്ചതിന് ശേഷം മാത്രമേ ശിക്ഷ നടപ്പിലാക്കാൻ പാടുള്ളൂ. അത് വളരെ നിഷ്ഠയോടുകൂടി ധർമ്മിഷ്ഠനായ രാമൻ അവിടെ നടപ്പിലാക്കിയിരിക്കുകയാണ്. ലക്ഷ്മണനെ സമീപിക്കാൻ പറഞ്ഞു, അപ്പോഴും മതിയാക്കുന്നില്ല. അപ്പോൾ ഇയാൾ എന്താണ്, ഇയാൾ അഭിസാരികയാണ്, എന്നിട്ട് ഇയാൾ സീതയെ ഉപദ്രവിക്കാൻ ചെല്ലുകയും ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളിനെ വെച്ചിരിക്കണം. അദ്ദേഹത്തിന് അതിന്റെ അർഹിക്കുന്ന ശിക്ഷ കൊടുത്തു പറഞ്ഞിരിക്കുന്നു, വധിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഒരു ശിക്ഷ കൊടുത്തു പറഞ്ഞു, അതിനകത്ത് തെറ്റ് കാണാനില്ല. ഇപ്പൊ നമ്മൾ ശൂർപ്പണഖയെ കുറിച്ച് പറയുമ്പോൾ ഇതിനൊപ്പം തന്നെ പറയേണ്ടതാണ് താടക. താടക എന്ന് പറയുന്നത് ഒരു കാട്ടിൽ ഒറ്റയ്ക്ക് വസിക്കുന്ന ഒരു സ്ത്രീ. അവരുടെ ഇടമാണ് ആ കാട്. ആ കാട്ടിലേക്ക് കടന്നു ചെന്നത് ശ്രീരാമനാണ്. എന്നിട്ടാണ് ആ സ്ത്രീയെ അവിടെ വെച്ച് വധിക്കുന്നത്. സ്ത്രീകളെ വധിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് തെറ്റാണ് എന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ വരെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാലമാണ്. അപ്പോ അത് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ നമ്മൾ രാമനെയും കൃഷ്ണനെയും എല്ലാം നമ്മൾ പറയാറുണ്ട്, അവരുടെ അമ്മമാരോടുള്ള സ്നേഹത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷെ അതേ ശ്രീരാമൻ തന്നെയാണ് താടക എന്ന് പറയുന്ന സ്ത്രീയെ വധിച്ചത്. അതെ അതെ, താടകാവധം എന്നാണ് ആ ഭാഗം, രാമായണത്തിലുള്ള ആ ഭാഗം നമ്മൾ അധ്യായമായിട്ടുള്ളത്. താടക എന്ന് പറയുന്നത് ഒരു രാക്ഷസ സ്ത്രീയാണ്. താടക ശരിക്കും 1000 ആനകളുടെ ബലമുള്ള ഒരു മഹാരാക്ഷസിയാണ്, രാക്ഷസ വനിതാ പ്രമുഖയാണ് പറഞ്ഞു കഴിഞ്ഞാൽ. രാക്ഷസന്മാരുടെ എല്ലാം വനിതകളുടെ രാക്ഷസ പ്രമുഖയാണ് ഈ താടക എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം യക്ഷനായ വളരെ സൗമ്യനായിട്ടുള്ള ഒരു സുകേതു എന്ന് പറഞ്ഞിട്ട് ഒരു എന്താണ് യക്ഷനായ സുകേതുവിൻ്റെ മകളാണ് ഈ താടക. താടക സുന്ദനെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ താടകയും സുന്ദനും കൂടെ ജീവിച്ച് വരവേ ഈ താടകയ്ക്ക് ജനിക്കുന്നതാണ് മാരീചൻ.
അപ്പൊ മാരീചൻ താടകയുടെ പുത്രിയാണ്. അപ്പൊ നമുക്ക് തോന്നും ഈ യക്ഷന്മാരെല്ലാം സൗമ്യന്മാരാണല്ലോ, ഉം. എന്നിട്ട് താടക എന്തുകൊണ്ട് ഇങ്ങനെ, താടകയ്ക്ക് ഇത് പറ്റിയത് എന്തുകൊണ്ടാണ്? അത് അഗസ്ത്യ ശാപം കൊണ്ട് വന്ന ഒരു രൂപമാറ്റമാണ്. ഈ മാരീചൻ അഗസ്ത്യനെ ഉപദ്രവിക്കാൻ ചെല്ലുന്നു, മാരീചനെ രാക്ഷസനായി പോകട്ടെ എന്ന് ശപിക്കുന്നു, ഈ യക്ഷിയായി പോകട്ടെ എന്ന് താടകയെയും ശപിക്കുന്നു. അങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന നല്ല സൗന്ദര്യത്തോടു കൂടിയിരുന്ന താടക ഒരു വലിയ യക്ഷിയായിട്ട് മാറുന്നു. 10,000 ആനകളുടെ ശക്തിയുള്ള ആളായിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ ഈ 10,000 ആനകൾക്ക് ശക്തി എങ്ങനെ ഒരു സ്ത്രീയിൽ സമന്വയിക്കപ്പെടും എന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെയൊക്കെ ഈ ആലങ്കാരികമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ വേറെയും രാക്ഷസിമാർ ധാരാളം പേരുണ്ട്. ഇവിടെ വസിക്കുന്ന സ്ഥലം കാമാശ്രമമാണ്. കാമാശ്രമമാണ് പിന്നെ താടക വനമായി മാറിയത്. ഈ കാമാശ്രമം ശരിക്കും ശിവൻ കാമനെ നിഗ്രഹിച്ച സ്ഥലമാണ്, കാമനെ ചുട്ട സ്ഥലമാണ്. നമ്മളത് കേൾക്കുമ്പോൾ ഈ കാമൻ എന്ന് പറഞ്ഞാൽ അതുവരെ എന്താണ്, അനങ്കൻ എന്നുകൂടെ കാമനൊരു പേരുണ്ട്. അപ്പൊ കാമന് അംഗമുണ്ടായിരുന്നു, ശിവൻ ദഹിപ്പിച്ചതോടുകൂടി കാമൻ അനങ്കനായിട്ട് മാറി, അംഗമില്ലാത്തവനായി മാറി എന്നാണ് നമ്മൾ ഈ കഥ കേട്ടിട്ടുള്ളത്. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അതിന്റെ യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ, ശിവന് ത്രിനേത്രം, മൂന്നാമതൊരു നേത്രം ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം. മൂന്നാമത്തെ നേത്രം ജ്ഞാനക്കണ്ണാണ്. അപ്പൊ ആ ജ്ഞാനക്കണ്ണിൽ കൂടെ തൻ്റെ കാമത്തെ ഇല്ലായ്മ ചെയ്യാൻ ആർക്ക് സാധിച്ചു? ശിവന് സാധിച്ചു. അപ്പൊ ആ കാമാശ്രമം എന്ന പേര് ആ സ്ഥലത്തിന് പേര് വരാനുള്ള കാര്യം അങ്ങനെയാണ്. അതുകൊണ്ട് ഈ അംഗം അവിടെ ഉപേക്ഷിച്ചത് കൊണ്ട് ആ രാജ്യത്തിന്റെ പേര് അംഗരാജ്യം എന്നായിട്ട് മാറി. ഈ അംഗരാജ്യത്തിനെയാണ് മഹാഭാരത കാലഘട്ടത്തിൽ കർണന് ദുര്യോധനൻ ദാനമായിട്ട് കൊടുക്കുന്നത്. അംഗരാജ്യം, ഈ അംഗരാജ്യത്തിനെയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഈ അംഗരാജ്യമാണ് കാമാശ്രമമായിട്ട് അറിയപ്പെടുന്നത്. ഈ കാമാശ്രമമായിട്ട് അറിയപ്പെടുന്ന ഈ സ്ഥലം ശിവൻ തപസിരുന്ന സ്ഥലവുമായിരിക്കും. ആ സ്ഥലത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. വളരെ ഋഷസങ്കുല പ്രദേശമായ, വളരെ കർണികാരവും തെച്ചിയും പാച്ചോറ്റിയും അതുപോലെ കടമ്പ് വൃക്ഷവും ലന്തയും പനയും ഒക്കെ ഉണ്ടായിരുന്ന, വളരെ പഴയ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്ന, പേരാലും അരയാലും അത്തിയും ഇത്തിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ വനപ്രദേശമാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. ആ സ്ഥലമാണ് എന്ത് സംഭവിച്ചത്? ഈ താടകയുടെ പ്രവേശത്തോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ആ ജനസങ്കുല പ്രദേശം ആകമാനം ജനങ്ങൾ, ഇന്ന് നമ്മൾ കാശ്മീരിൽ നിന്നും ജനങ്ങളെ പായിച്ചതുപോലെ, ഭീകരന്മാർ ആട്ടിപ്പായിച്ചതുപോലെ താടക എന്ത് ചെയ്തു? ആ പ്രദേശത്തിലുള്ള ജനങ്ങളെ എല്ലാം ആട്ടിപ്പായിച്ചു. അപ്പോഴത്തേക്ക് എന്തായി മാറി? താടക വനം എന്ന പേരിൽ അതറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ താടക വനമായി മാറിയ പ്രദേശത്തിലേക്ക് ശ്രീരാമചന്ദ്രൻ വരികയാണ്. അതെങ്ങനെ വരുന്നു? അദ്ദേഹത്തിനെ വിശ്വാമിത്രൻ ചെന്ന് ചോദിക്കുകയാണ്. യൂന ഷോഡശ വർഷോ രാമ എന്നാണ് ദശരഥൻ പറയുന്നത്. വെറും 16 വയസ്സ് പോലും ആയിട്ടില്ല എൻ്റെ ഉണ്ണിക്ക്. അപ്പൊ എനിക്ക് അയക്കാൻ ബുദ്ധിമുട്ട്. ഞാനാണെങ്കിലോ ദാശരഥിയാണ്, ദശരഥനാണ്. 10 ദിക്കുകളിലേക്കും ഒരുപോലെ തേര് പായിക്കാൻ കഴിയുള്ള എന്നെ ദേവേന്ദ്രൻ പോലും യുദ്ധത്തിന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതൊക്കെ നിഗ്രഹിച്ചോളാം, എന്നെ കൊണ്ട് ഇതെല്ലാം കഴിയും. അതുകൊണ്ട് വിശ്വാമിത്ര ഋഷിയെ, മഹാമുനി, അങ്ങേക്ക് ഞാൻ കൂടെ വരാം, എൻ്റെ മകനെ അയക്കാൻ. അപ്പൊ വാത്സല്യത്തിന്റെ ആ ഒരു അതിരേകം കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ രാജാവിന് പുത്രൻ എന്ന് പറഞ്ഞാൽ പുത്രനെ വളരെ താമസിച്ച് കിട്ടിയതാണ്. ഈ പുത്രനെ ലഭിക്കുന്നത് പുത്രകാമേഷ്ടി യാഗമൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം ഏതാണ്ട് വൃദ്ധത്വത്തിലേക്ക് അടുക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. അതുകൊണ്ട് രാമനോടുള്ള അമിതമായ വാത്സല്യം കൊണ്ടാണ് ഇദ്ദേഹം ഇതെല്ലാം പറയുന്നത്. പക്ഷെ രാജകുമാരനാവുമ്പോൾ രാജകുമാരൻ ഒരിക്കലും ഒരു കുടുംബ കാര്യത്തിന്റെ ആളല്ല, സമൂഹത്തിലുള്ള ഇടപെടലുകൾ നടത്തേണ്ട ഒരാളാണ് രാജകുമാരൻ. അതുകൊണ്ട് ശ്രീരാമന്റെ ആദ്യത്തെ സാമൂഹികമായ ഒരു ഇടപെടലാണ് താടകാവധം. ഇനി നമ്മൾ രാമായണത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, മൃതസഞ്ജീവനി തേടിപ്പോയ ഹനുമാൻ ഒരു മല തന്നെ എടുത്തുകൊണ്ട് വരുന്ന ഒരു കഥ. ഒരു കൊരങ്ങൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാനരനാണ് ഹനുമാൻ. വാനരന്മാർ എന്ന് പറയുമ്പോൾ ചെറുതാണ്. പക്ഷെ ഇങ്ങനെ ഒരു വാനരൻ ഒരു മല തന്നെ പൊക്കിക്കൊണ്ട് ഇത്രയും ദൂരം വന്നു എന്ന് പറയുന്ന വലിയൊരു സംശയം അത് വായിക്കുന്ന എല്ലാവർക്കും. നമ്മള് ഇപ്പോ ഹനുമാന്റെ ചിത്രങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് കാണാം, ഒരു കയ്യിൽ മലയും ഒരു കയ്യിൽ ഗതയും പിടിച്ച് പോകുന്ന ഹനുമാനെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത് എല്ലാവരും സാധാരണമായി ചിന്തിക്കുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇത്ര ദൂരമൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുമോ? അതൊരു സംശയമാണ്. രണ്ടാമത്തെ സംശയം വരുന്നത് നമ്മുടെ സേതുബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം ഇത്രയും വലിയൊരു പാലം ലങ്കയിലേക്ക് എങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ പാറക്കല്ലുകൾ ഇട്ടിട്ടാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ പാറക്കല്ലുകൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ ഭാരം കൂടുതലുള്ള പാറക്കല്ലുകൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ഒഴുകിപ്പോകും അല്ലെങ്കിൽ അത് താഴ്ന്നു പോകും.
പക്ഷെ ഇത് എങ്ങനെ അവിടെ നിന്നു എന്ന് പറയുന്ന ഒരു സംശയവും യുക്തിവാദികൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനുള്ള ഒരു ലോജിക്കൽ റീസൺസ് എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ട്? അപ്പൊ ആദ്യം നമുക്ക് ഹനുമാന്റെ കാര്യം പറയാം. അപ്പൊ ഹനുമാനെ ശരിക്കും തമാശയായിട്ട് പറയാറുണ്ട്, ആദ്യത്തെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ് ഹനുമാൻ. ആദ്യം മരുന്ന് കൊണ്ട് വിതരണം ചെയ്ത ആളാണ് എന്നാണ് ഹനുമാനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഹനുമാന് ഒരു എന്താണ് അഷ്ടവിധ സിദ്ധികളുണ്ട്. അതായത് ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം, അണിമ, ഗരിമ എന്നിങ്ങനെയുള്ള 6 കഴിവുണ്ട്. അതുകൊണ്ടാണ് ഹനുമാന് വലുതാവാനും കഴിയും, ചെറുതാവാനും കഴിയും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞത് അഷ്ട ഐശ്വര്യങ്ങളാണ്. ഈ ഐശ്വര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഒരാളിലുള്ള ക്വാളിറ്റീസ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഒരാളിന്റെ മുമ്പ് ചെറുതാവാൻ പറ്റി താഴ്ന്നു വണങ്ങി അദ്ദേഹത്തിനെ നമുക്ക് പ്രീതിപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അതും ഒന്ന്. ഇനി ഒരാളിനെ ഭീഷണിപ്പെടുത്തിയേ തീരുവെങ്കിൽ അതിന് സ്വന്തം ശരീരം കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്താനും കഴിയും. അപ്പൊ ഒരാളിന് വളർന്ന് പർവ്വതം പോലെ എത്താൻ സാധിക്കുമെന്ന് ഉള്ള ആ ഒരു എന്താണ് ആലങ്കാരികമായിട്ട് അങ്ങനെ പറഞ്ഞാലേ വായിക്കാൻ ആളുണ്ടാവും. അപ്പൊ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഇന്നത്തെ കാലത്തെ സിനിമ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നായകൻ വന്നിട്ട് ഒരു 100 പേരെ ഒറ്റയ്ക്ക് അടിക്കണം. ആളുകൾക്ക് അത് കാണാൻ താല്പര്യം. ഇപ്പൊ മോഹൻലാൽ ആവട്ടെ, പിന്നെ അമിതാഭ് ബച്ചൻ ആവട്ടെ, രജനീകാന്ത് ഒക്കെ ആണെങ്കിൽ ഒരു ഇടിയിലാണ് 200 പേരൊക്കെ മറിഞ്ഞു വീഴുന്നത്. അപ്പൊ ഇത് കാണിച്ചില്ലെങ്കിൽ കാണാൻ ആളില്ല. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ അതിശയോക്തികളിലാണ് ആളുകൾ പെട്ടുകിടക്കുന്നത്. അപ്പം ഈ മനഃശാസ്ത്രം ആർക്കറിയാമായിരുന്നു? വാൽമീകിക്ക് അറിയാമായിരുന്നു. വാൽമീകി ഗ്രന്ഥരചന നടത്തിയത് ആളുകൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്. കൊച്ചുകുട്ടി വായിക്കണം, പിന്നെ എന്താണ് ഈ യുവാക്കൾ വായിക്കണം, അതുപോലെ തന്നെ പ്രായം ചെന്നവർ വായിക്കണം ഭക്തിയോടുകൂടി. അപ്പം ഭക്തനും ഇഷ്ടമാണ്, എന്താണ് ആത്മജ്ഞാനം ആഗ്രഹിക്കുന്നവന് രാമായണം ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് രാമായണത്തിന്റെ രചന. അവിടെ ഈ അതിശയോക്തിപരമായ ഇങ്ങനെ ഒരു പ്രസ്താവം ഇല്ലെങ്കിൽ, അതായത് ഹനുമാൻ ഇങ്ങനെ മലയെ എടുത്തുകൊണ്ട് വരുന്നു, എന്നിട്ട് അതിന്റെ ഒരു പങ്ക് കൊഴിഞ്ഞു വീണ ഭാഗമാണ് നമ്മുടെ മരുത്വാമല. അതുകൊണ്ടാണ് ഇതിന് മരുന്ന് മലയാണ് മരുത്വാമല. മരുന്ന് വീണ മല ആയതുകൊണ്ടാണ്. ശുചീന്ദ്രത്തിന്റെ തൊട്ടപ്പുറത്താണ് സ്ഥലം. അവിടെയാണ് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമി തിരുവടികളും അതുപോലെ തന്നെ അയ്യാ വൈകുണ്ഠ സ്വാമികളും ഒക്കെ കാലങ്ങളോളം തപസ്സിരുന്നത്. ഇപ്പോഴും ധാരാളം സന്യാസിമാർ അവിടെ വസിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ. അപ്പൊ അതുകൊണ്ട് അത് മരുന്തുമല മരുത്വാമലയാണ് എന്നൊക്കെ നമ്മൾ എന്താണ് കേൾക്കുന്ന കഥ അതിൽ നിന്നാണ്. ഒരുപാട് സ്ഥലങ്ങൾ എങ്ങനെ എന്താണ് രാമനുമായിട്ട് നമ്മുടെ ജടായുപ്പാറയായാലും നമ്മുടെ ശബരിമലയായാലും രാമേശ്വരമായാലും ഇതെല്ലാം രാമൻ വന്ന വഴിയുടെ റൂട്ടുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ക്ലബ് ചെയ്യാൻ ഒക്കില്ല. അപ്പൊ ഇത് രാമേശ്വരം അവിടെ കിടക്കുകയാണ്, മരുത്വാമല ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അങ്ങ് പോകേണ്ട കാര്യമില്ല. അപ്പൊ ഇത് ശരിക്കും നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിശല്യകരണി, സന്താനകരണി എന്നൊക്കെ പറയുന്ന ഔഷധങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഈ സ്ഥലം ഏതോ ഒരു മലയാണ്. അവിടെ ഹനുമാനെ പോലെ മരഞ്ചാടി കുരങ്ങന് മാത്രമേ അവിടെ ചെന്ന് എത്തപ്പെടാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ അവിടെ എത്താൻ പറ്റൂല. അതുകൊണ്ട് ഹനുമാൻ ഉള്ളതുകൊണ്ട്, ഹനുമാൻ ഏറ്റവും ഫാസ്റ്റാണ്, വളരെ വേഗത്തിൽ പോകുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം വളരെ വേഗത്തിൽ പോയി ഈ മരുന്ന് തിരയുകയാണ്. ഇന്ന സ്ഥലത്താണുള്ളതെന്ന് ജാംബവാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് മരുന്ന് കിട്ടുന്നില്ല. ഏത് മരുന്ന് ഇദ്ദേഹം എടുക്കും? അപ്പൊ ഇദ്ദേഹം കിട്ടിയ മരുന്നുകളെല്ലാം അവിടെ ഇദ്ദേഹം പറഞ്ഞ പ്രദേശത്തിലുള്ള എല്ലാതിനെയും പറിച്ചു പറക്കിയെടുത്ത് അദ്ദേഹം ഓടിക്കൊണ്ടുവരികയാണ്. അപ്പൊ ആ കൊണ്ടുവന്നതിനെ എന്ത് ചെയ്തു? ഒന്ന് വിപുലമാക്കി അതിശയോക്തി കലർത്തി മലയോടുകൂടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലേ ആളുകൾക്ക് ആക്ച്വലി അത് നമ്മൾ ആ പ്രയോഗം നമ്മൾ ഇപ്പോഴും ചെയ്യുന്നതാണ്. അതെ, ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാൻ പറയുമ്പോൾ അത് മൊത്തത്തിൽ എടുത്തോണ്ട് വരും. അത് ഒരു ശരിയാണ്. കാരണം ഞാൻ ഒരു മരഞ്ചാടി കുരങ്ങനാണ് എന്ന് ആർക്കറിയാം? ഹനുമാൻ സ്വയം അറിയാം. അതുകൊണ്ട് അബദ്ധം പറ്റരുതല്ലോ. മാത്രമല്ല ഈ യഥാർത്ഥ സാധനം ഏതാണെന്നുള്ള ഒരു ഇത് വന്നാൽ രാമനും ലക്ഷ്മണനും മരിച്ചു. അപ്പൊ അതിനു മുമ്പ് സാധനം ഇവിടെ എത്തിക്കുകയും വേണം. അപ്പൊ രണ്ടാമതൊരു യാത്ര നടക്കൂല. അതുകൊണ്ട് എല്ലാം കിട്ടിയതെല്ലാം പറിച്ചു പറക്കി വന്നു എന്നേ അതിൽ അർത്ഥമുള്ളൂ, അർത്ഥമാക്കേണ്ടതുള്ളൂ. നമുക്കതിനെ ദൈവികമായിട്ട് എടുക്കാം, നമ്മളതിനെ അമാനുഷിക ശക്തിയുള്ള ഒരു കാര്യമായിട്ടും അത് അവരവരുടെ ഇഷ്ടമാണ്. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് വ്യാഖ്യാതാവേത്തി, വായിക്കുന്ന അനുവാചകന് എന്ത് വേണോ തീരുമാനിക്കാം, വ്യാഖ്യാതാവിന്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാമെന്നാണ് അതിന്റെ അർത്ഥം. ഇനിയും നമുക്കതിൽ ഒരുപാട് പറയാനുണ്ട്. എന്തെങ്കിലും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, രാമസേതു എന്ന് പറയുന്നത് കെട്ടി ഒരു എന്താണ് പാലം കെട്ടിയതാണോ, പാലം എന്ന് പറയുന്നത് ഈ പാറകൾ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടപ്പോഴത്തേക്കും ശരിയായതാണോ എന്നതാണ്. അപ്പൊ പാലം കെട്ടാൻ വേണ്ടി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പാറ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അതവിടെ കിടക്കൂല. കാരണം കടലാണ്, തിരമാല അടിച്ചുകൊണ്ട് പോകും. നമുക്ക് വ്യക്തമായ തെളിവ് ഇന്നത്തെ കാലത്ത് നമുക്ക് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും. അതെ, നമുക്കിപ്പോ പിന്നെ സാറ്റലൈറ്റിന്റെ ചിത്രമുണ്ട്. വളരെ ഈ എന്താണ് ഈ രത്നങ്ങൾ കൊണ്ട് മാലകൾ പോലെ നിർമ്മിച്ച ഒരു പാലം കടലിനടിയിൽ ഇപ്പോഴും അതേപടി കിടക്കുന്നുണ്ട്. അത് നമ്മളിപ്പോ ധനുഷ്കോടിയിൽ നിന്ന്
നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം നമുക്ക് രാമേശ്വരം കടലിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അവിടെ തിരയൊന്നുമില്ല, സുഖമായിട്ട് നിൽക്കാൻ സാധിക്കും. ആ സ്ഥലത്ത് നോക്കുമ്പോൾ ഇത് ഭംഗിയായിട്ട് നമുക്ക് കാണാം. നമ്മളവിടെ ഉണ്ടല്ലോ, അവിടെ ഉള്ളപ്പോൾ നമ്മൾ ഈ കല്ലിനെ കുറിച്ചും ഫ്ലോട്ടിംഗ് സ്റ്റോണിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെ ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു പാലം കെട്ടിയിട്ടുണ്ട്. അത് മനുഷ്യനിർമ്മിതമാണെന്നാണ് നാസ പറയുന്നത്. അവരുടെ ഇതില് അവരുടെ സാറ്റലൈറ്റ് പറയുന്നത് മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നു. നമുക്കതെങ്ങനെ വിശ്വസിക്കാൻ അവിശ്വസിക്കാം. സയന്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് ചോദിക്കുമ്പോൾ നാസയുടെ ഉത്തരം പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഇത് സിലോൺ വരെ നീണ്ടു കിടക്കുകയാണ്. ഇടയ്ക്കുള്ള ചില ഭാഗങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഈ രാമസേതുവിനെ ഇല്ലാതായി ആക്കിയിട്ട് അതുവഴി ഒരു കപ്പൽച്ചാല നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു 15 കൊല്ലം മുമ്പ് ഒരു ഗവൺമെന്റ്, അധികാരത്തിലിരുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ശ്രമിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ കൊണ്ട് അവിടെ ഇറക്കിയപ്പോഴത്തേക്കാണ് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ഈ LK അദ്വാനി അദ്ദേഹം ഇതിനെ എതിർക്കുകയും ആ ശ്രമം അന്നത്തെ സർക്കാർ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇത് TR ബാലു എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന TR ബാലുവിൻ്റെ സാധനങ്ങൾ ഉപയോഗിച്ചാണ്, ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് എടുക്കാൻ പോയത്. അപ്പോൾ അവർക്കൊരു വലിയൊരു ടെൻഡർ അതുവഴി കിട്ടുകയും ചെയ്തു. അതിനെ ശക്തമായ രീതിയിൽ അന്നത്തെ ഭാരത ജനത എതിർത്തു. ഇന്നും രാമസേതു നമുക്ക് കാണാൻ മുമ്പിലുണ്ട്. അയോധ്യയുണ്ട്. അയോധ്യയിൽ രാമന്റെ പ്രാണപ്രതിഷ്ഠ നടന്നു കഴിഞ്ഞു. അവിടെ പിന്നാക്കക്കാരനായിട്ടുള്ള ഒരു ആളാണ് അതിന്റെ കാര്യത്തിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ പ്രധാനമന്ത്രി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പിന്നാക്കക്കാരനായിട്ടുള്ള ഒരാളിന് പ്രതിഷ്ഠ നടത്താമോ എന്നായിരുന്നു പിന്നീട് നമ്മുടെ ആളുകളുടെ ചോദ്യം. അപ്പൊ ഒരു ബ്രാഹ്മണൻ നടത്തിയെങ്കിലോ ബ്രാഹ്മണിക്കൽ അജണ്ടയാണ് എന്ന് പറയാമായിരുന്നു. ഇപ്പൊ നോക്കി ഒരു പിന്നാക്കക്കാരൻ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു, അത് ശരിയല്ല, അപ്പൊ അത് എതിർക്കണം എന്നായി. അപ്പൊ ഈ എതിർക്കുന്ന ആളുകളുടെ മനോഭാവം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പൈതൃകത്തെ, സംസ്കാരത്തെ, പാരമ്പര്യത്തെ അവമതിച്ച് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് വൈദേശിക ചിന്താഗതിയുള്ള വൈദേശിക രാജ്യങ്ങളിൽ നിന്നും അച്ചാരം വാങ്ങിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന കുറെ ചിത്രശക്തികളുണ്ട്. ഈ ചിത്രശക്തികളുടെ ശ്രമഫലമായിട്ടാണ് പല രാഷ്ട്രീയക്കാരും മതക്കാരും അവരുടെ ചട്ടുവങ്ങളായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ അവമതിച്ച് ചിത്രീകരിക്കുന്നു. ഇനിയിപ്പോ ഒരു ന്യൂജൻ ട്രെൻഡുകൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം പാരന്റിങ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ രാമായണം എടുത്തു നോക്കുമ്പോൾ ശ്രീരാമദേവന്റെയും സീതാദേവിയുടെയും മക്കളെ നോക്കുകയാണെങ്കിൽ ലവനും കുശനുമാണ്. രണ്ടുപേരുടെയും ജീവിതം ഇന്നത്തെ കാലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ തിക്തമായ ഒന്നായി നമ്മൾ നോക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം അച്ഛന്റെയും അമ്മയുടെയും വാത്സല്യം ലഭിക്കാതെ വളരേണ്ടി വരും, പ്രത്യേകിച്ച് അച്ഛന്റെ. അപ്പോ ആ ഒരു രീതിയിൽ ആ മക്കളുടെ ബാല്യത്തെ വലിയ രീതിയിൽ ബാധിക്കപ്പെട്ടു എന്നുള്ളൊരു പ്രശ്നം കൂടി ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട് ചില ആളുകളിൽ നിന്ന്. ലവന്റെയും കുശന്റെയും ജീവിതം അത് നമ്മൾ ശരിക്കും ഇക്ഷ്വാകു വംശത്തിൽപ്പെട്ട രാജാക്കന്മാരുടെ എല്ലാം ത്യാഗശീലന്മാരാണ്. ഇപ്പോൾ കൈവല്യ ഉപനിഷത്ത് പറയും ത്യാഗേനൈകേ അമൃതത്വമാനശുഹു. ത്യാഗമാണ് അമരത്വത്തിലേക്കുള്ള വഴി. ത്യാഗം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു രാജ്യഭാരം ഏൽക്കാൻ പറ്റൂ. ഇന്നാണ് നമ്മൾ രാജ്യത്തെ സുഖഭോഗത്തിന്റെ രംഗമായിട്ട് എടുത്തിരിക്കുന്നത്. കാരണം ഈ നമ്മുടെ ദിലീപിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും പറയുന്നത് സ്വവീര്യഗുപ്താഹി മനോപ്രസൂതി, കാളിദാസൻ പറയാണ്. സ്വവീര്യഗുപ്തന്മാരാണ്, സ്വന്തം വീര്യം കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ സംരക്ഷണം അവർക്ക് തന്നെയാണ്. ഇന്നിപ്പോ നമുക്കറിയാം പല ആളുകളും യാത്ര ചെയ്യുന്നത്, മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ യാത്ര ചെയ്യുന്നത് 40 കാറിന്റെ അകമ്പടിയോടുകൂടിയാണ്. അപ്പൊ ഈ അകമ്പടിയൊന്നും ഇല്ലാതെ കഴിഞ്ഞിരുന്നവരാണ് രാജാക്കന്മാർ. സൈക്കിളിൽ നടന്ന മുഖ്യമന്ത്രി നമുക്കിവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ മനുഷ്യനോട് അങ്ങനെ ഇടപഴകുന്ന രാജാക്കന്മാരായിരുന്നു അന്നുള്ള രാജാക്കന്മാർ. അപ്പൊ അവിടെ പുത്രനെന്നോ ഭാര്യയെന്നോ അച്ഛനെന്നോ അമ്മയെന്നോ ഉള്ള ഭേദം അവിടെ പാടില്ല. കൗടുംബിക ബന്ധങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല. അതാണ് നേരത്തെ സൂചിപ്പിച്ച 2 തരത്തിലുള്ള ധർമ്മങ്ങൾ. അത് ഒന്ന് ഗൗണവും മറ്റൊന്ന് മുഖ്യവുമാണ്. അപ്പൊ ഇവിടെ രാമൻ രാജാവായിരിക്കുകയാണ്. രാജാവായ രാമന്റെ മുഖ്യധർമ്മം എന്ന് പറയുന്നത് രാജത്വമാണ്. എപ്രകാരം പ്രജാപരിപാലനം ഒരു ദോഷവുമില്ലാതെ നടത്താൻ പറ്റണം. ഒരു കടുകിട പോലും അവിടെ കോംപ്രമൈസിന് രാമൻ തയ്യാറല്ല. അതുകൊണ്ട് ഏതൊരു ദുഷ്ടന്റെ നേരെയും വളരെ കാഠിന്യമുള്ള ആയുധം പ്രയോഗിക്കാനുള്ള മനക്കരുത്തുണ്ട് രാമന്. മറ്റ് ഉള്ളവരോട്, പ്രജകളോട്, സാധാരണ ശിഷ്ടന്മാരോട് വളരെ കാരുണ്യത്തോടു കൂടി താമരയിതൾ പോലെ മാർദ്ദവമുള്ള മനസ്സ് കാണിക്കാനും രാമനെ കൊണ്ട് കഴിയും. ആ രാമനാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, സീതാദേവിയെ ഗർഭിണിയായിരിക്കുമ്പോഴത്തേക്കും
ആശ്രമ പരിസരം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നമ്മളിന്നിപ്പോൾ അമ്മത്തൊട്ടിലുകൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ ആശ്രമങ്ങളൊക്കെ അമ്മത്തൊട്ടിലുകളായിരുന്നു. ശരിക്കും കണ്ണു ആശ്രമത്തിലാണ് മേനക സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച് കൊണ്ട് ശകുന്തളയെ അല്ലെ ശകുന്തങ്ങൾ വളർത്തി എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതൊരു അമ്മത്തൊട്ടിലാണ്. ആശ്രമങ്ങൾ എന്ത് ചെയ്യും, ഇവരെ ഏറ്റെടുത്ത് വളർത്തും. അതുപോലെ ധൈര്യമായിട്ടാണ് എന്താണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു സ്വന്തം ഭാര്യയെ വാൽമീകിയുടെ ആശ്രമ പരിസരത്ത് കൊണ്ട് ആക്കിയിട്ട് വരുന്നത്. ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. അവിടെ സംഭവിച്ചത് എന്താണ്, തിരിച്ച് 2 മുനിമാർ ഇവരെ കാണുന്നു. അവർ പോയി വാൽമീകിയോട് പറയുന്നു. അദ്ദേഹം ഇവരെ സ്വീകരിക്കുന്നു, അവിടെ പ്രസവിക്കുന്നു. ഇവർ ആരുടെ കീഴിലാണ് പേരിടുന്നത്? ആരാ? വാൽമീകിയാണ്. ലവനെന്നും കുശനെന്നും. ലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദർഭയുടെ ചുവടാണ്. കുശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അഗ്രമാണ്. അതുപോലെ തന്നെ നമ്മൾ ഉത്തരകോസലത്തിന് ലവമെന്നും ദക്ഷിണകോസലത്തിന് കുശമെന്നും പേരുണ്ട്. അപ്പൊ ഈ ലവകുശന്മാരെന്ന് പറയുന്നതിലൊക്കെ വേറെ പ്രതീകങ്ങളുണ്ട് അതിൽ. അപ്പൊ അങ്ങനെ ഇവിടെ ഇപ്പോൾ 2 കുട്ടികളും അവിടെ വളർന്നു വരികയാണ്. അങ്ങനെ വളർന്നു വരുമ്പോൾ അവരെ എന്ത് ചെയ്യുന്നു, വേദാദി ശാസ്ത്രാദി ഗ്രന്ഥങ്ങളെല്ലാം കൊട്ടാരത്തിൽ നിൽക്കുന്നതിനേക്കാളും ഭംഗിയായി പഠിക്കാനുള്ള അവസരം അവിടെ കൊടുത്തിരിക്കുകയാണ്. വാൽമീകിയുടെ ആശ്രമത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. അവരതുകൊണ്ട് ഇതെല്ലാം പഠിച്ചു. പഠിച്ചതിന് ശേഷം രാമായണം ഇവിടെ എഴുതുകയാണ്. 24,000 ശ്ലോകങ്ങളും 500 സർഗങ്ങളിലായിട്ട് എഴുതിയതിന് ശേഷം ഇത് ആര് പ്രയോഗിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ വാൽമീകിയുടെ പാദങ്ങളിൽ 2 പേരും വന്ന് നമസ്കരിക്കുകയാണ്. അപ്പൊ തന്നെ വാൽമീകി തോന്നി, അയ്യോ ഇവരാണല്ലോ ഇത് പ്രയോഗിക്കേണ്ട ആൾക്കാർ. അപ്പൊ എന്ത് ചെയ്യുന്നു, ശൃംഗാരം, കരുണം, വീരം, ഹാസ്യം, ഭയാനകം, ബീഭത്സം എന്നിങ്ങനെയുള്ള നവരസങ്ങളോടുകൂടി ഇവരെന്ത് ചെയ്യുന്നു, ഈ രാമായണത്തെ പാടി നടക്കുന്നു ലവനും കുശനും. ഇവിടെ രാമനെക്കുറിച്ച് പാടി നടക്കുന്നു, രാമനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നു. സീതയുടെ കാരണം കൊട്ടാരത്തിൽ ജീവിക്കുകയാണെങ്കിൽ സീതയ്ക്ക് ഈ സ്വാതന്ത്ര്യമില്ല. കുട്ടികളെ പരിപൂർണമായിട്ട് വളർത്താനുള്ള എല്ലാ സാഹചര്യവും ആശ്രമത്തിൽ ലഭിച്ചു. ഗുരുവിന്റെ കീഴിൽ മറ്റ് വിദ്യാർത്ഥികളുടെ കീഴിൽ ജീവിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാമൻ ചെയ്ത ഒരു പുണ്യകർമ്മമാണ്. അപ്പോൾ കവലകൾ തോറും പാടി നടക്കുകയാണ് ഇവർ. അങ്ങനെയാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഇവരെ കാണുന്നു, അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. അവരോട് കൊട്ടാരത്തിൽ വന്നിട്ട് രാമകഥ പാടുന്നു. അപ്പോഴും രാമൻ അറിയാമായിരിക്കാം, തീർച്ചയായിട്ടും മക്കളാണെന്ന് അറിയാമായിരിക്കും. അവിടെ ഒരു ബന്ധവും അവിടെ കാണിക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഋഷിമാരെല്ലാവരും ഇവർക്ക് മൗഞ്ചി, ഘടം, അവർക്ക് കൃഷ്ണാജിനം, അതുപോലെയുള്ള ഈ ഋഷിമാർക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊടുക്കുന്നു. ഇതൊന്നും അവർ സ്വീകരിക്കുന്നില്ല. രാമൻ ചോദിക്കാൻ, എത്രയാണ് നിങ്ങൾക്ക് ധനം വേണ്ടത്? ആ ധനം തരാം എന്ന് പറഞ്ഞു. ഒരു വക വാങ്ങുന്നില്ല എന്നുള്ളതാണ്. ആര് പഠിപ്പിച്ചിട്ടാണ്? വാൽമീകി പഠിപ്പിച്ചിട്ടാണ്. അപ്പൊ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ കൂടെ നേടിയത് പ്രവൃത്തി പദത്തിൽ കാണിച്ചുകൊണ്ട് അവർ രാമകഥ പാടി നടന്നുകൊണ്ട് രാമനെ അവരുടെ ഉള്ളിൽ സ്വാംശീകരിച്ചുകൊണ്ടാണ് അടുത്ത ഭരണം വരുന്നത്. ലവനും കുശനും ഓരോ സ്ഥലങ്ങളായിട്ട് ഭരിക്കുന്നുണ്ട്. ഇവിടെ രാമൻ ചെയ്യുന്നത് സ്വന്തം വാത്സല്യം പ്രകടിപ്പിക്കാനുള്ള ആ ഒരു അവസരത്തെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എന്ത് ചെയ്തു, കുട്ടികൾക്ക് വളരെ ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കുകയും ചെയ്തു. ഇന്നും പല ആളുകളും ബോർഡിംഗ് സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ടാക്കി, അതുപോലെ അച്ഛനും അമ്മമാരും ഒക്കെ ദൂരെ അയച്ച് പഠിപ്പിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് ഒരിക്കലും ഈ ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഇല്ല എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരം നമുക്ക് ഈ എപ്പിസോഡുകളിലായി നൽകാൻ സാധിച്ചു. ഒരുപാട് നന്ദി കണ്ടതിലും സംസാരിച്ചതിലും. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു അവസരം തന്ന ജനൻ ടിവിക്കും ജനൻ ടിവിയുടെ പ്രവർത്തകരായിട്ടുള്ള ഓരോരുത്തർക്കും എല്ലാവരെയും മനസ്സാ വളരെ സന്തോഷത്തോടു കൂടി നമിക്കുന്നു. നമസ്തേ.